ഹായ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴേ നമുക്കിങ്ങനെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ തോന്നാറില്ലേ? വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കും, എനിക്ക് തന്നെ ഇല്ല, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും? ശരിയല്ലേ? എൻ്റെ പേര് അഖില. ഞാൻ എഡ്മണ്ടൺ കാനഡയിൽ നിന്നാണ്. ഞാനും ഹസ്ബൻഡും 2 കുട്ടികളുമായി ഇവിടെ സെറ്റിൽഡാണ്. അപ്പോൾ എനിക്കൊരു കോളേജ് ഗോയിങ് മകനും ഒരു സ്കൂളിൽ പോകുന്ന മകനും ഉണ്ട്. ഞാനൊരു പാർട്ട് ടൈം മെഡിക്കൽ റിസപ്ഷനിസ്റ്റാണ്. ഹസ്ബൻഡും ഞാനും വർക്ക് ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്കൊന്നും തികയുന്നില്ല. എൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളണ്ടിയർ വർക്കാണ്. അപ്പോൾ പിന്നെ പൈസയൊന്നും കിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് വളരെ കൂടുതലായിട്ടുണ്ട്. എനിക്ക് പെറ്റ് റെസ്ക്യൂ, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇല്ലാത്തവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എൻ്റെ ഫാമിലിയെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാറില്ല എന്ന വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു പരിഹാരം കണ്ടെത്തിയത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ആഡ് കാണാനിടയായി. അപ്പോൾ ആഡിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഹൈ പൊട്ടൻഷ്യലാണ്, നിങ്ങൾക്ക് ജോലിയുള്ളവർക്ക് സൈഡ് ഹസിലായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാം, പിന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ ഹൈ ആയതുകൊണ്ട് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഈ ബിസിനസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ആഡ് കണ്ടത്. അപ്പോൾ ഞാൻ വളരെ അട്രാക്റ്റഡ് ആയി. ശരി, കൊള്ളാമല്ലോ, നമുക്ക് എല്ലാവർക്കും പേടി എന്ന് പറഞ്ഞത് ഇവിടെ ജോലി പോകും, ടെർമിനേറ്റഡ് ആകും. പക്ഷെ എല്ലാവരും രാവിലെ ഉറക്കമണിക്കുന്ന തന്നെ ജോലി പോകും, ഇന്ന് എൻ്റെ ജോലി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടല്ലേ. എത്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ആ പേടി ഉണ്ടാവും. കാരണം എപ്പോഴാണ് നമ്മുടെ ടെർമിനേഷൻ ലെറ്റർ റെഡിയാക്കി അവർ വെക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും ഞാനൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 100% ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാണ്. 24/7 ടെക് സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ ഒരു 1-to-1 മെൻറ്റർ ആൻഡ് കോച്ച് ഉണ്ടാവും, പിന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാവും. നമ്മൾ എല്ലാ ഇയറിലും ടാക്സ് ഫയൽ ചെയ്യണത്, കാരണം അത്രയ്ക്ക് ലെജിറ്റിമേറ്റ് ആണ്. സാധാരണ ബിസിനസ് പോലെ തന്നെ ഫയൽ ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു, ഇത് നമ്മൾ ആളിനെ ചേർക്കുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് എൻക്വയറി ആണ്. അപ്പോൾ ഒരിക്കലും അല്ല, നമ്മൾ ആളിനെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് സെയിൽസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നതിൽ, ഏതൊരു ബിസിനസ്സും പോലെ. അല്ലാതെ ഞാനിപ്പോൾ ഒരു കട തുടങ്ങി, അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കട ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉപകാരം വല്ലതും ഉണ്ടാവും. പക്ഷേ അതിൽ സെയിൽസ് നടന്നാലേ എനിക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബിസിനസ്. ആളിനെ ചേർത്തുകൊണ്ട് ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന സെയിൽസ് വോളിയമാണ്. ഇതിൽ ഒന്നും വിൽക്കാനോ ഇൻവെന്ററി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.